മക്കളെ അമ്മയ്ക്ക് തൊണ്ട വയ്യ, അതുകൊണ്ട് സൗണ്ട് വരുന്നില്ല. പാടാന്ന് വെച്ച് ഷോർട്സിന് പാടാന്ന് വെച്ചത്, പക്ഷെ വയ്യ. തൊണ്ട സ്വരം വരുന്നില്ല, അടഞ്ഞിരിക്കുന്നു തൊണ്ട. 2-3 ദിവസം പിടിക്കും തൊണ്ട ശരിയാവാൻ. അതുകൊണ്ട് വയ്യാത്തതുകൊണ്ടങ്ങ് വീഡിയോ ഒക്കെ വളരെ കുറച്ചത്. ഇനിയിപ്പോൾ ചോറൊക്കെ കഴിക്കാം. അപ്പം അമ്മ ചോറ് കഴിക്കട്ടെ. അമ്മേ, ഇവിടെ സെറ്റിയുടെ ഒരു തുണി മേടിച്ചിട്ടുണ്ട്. കണ്ട സെറ്റിക്ക് തുണി മേടിച്ചിട്ട് കൊള്ളാമോ? കൊള്ളാമെങ്കിൽ പറയണേ, കമൻറ്റ് ഇടണേ. അപ്പം അമ്മ ചോറിനിട്ടെ, ചോറ് കാണിച്ചു തരാം. ഒരുപാട് കറികളൊന്നും ഇല്ല മക്കളായിരുന്നു. അപ്പം നമുക്ക് മുമ്പിൽ വയ്യാത്തോണ്ടേ അധികമൊന്നുമില്ല, ചോറ് കാണിക്കാം. അപ്പം നമുക്ക് ചോറ് രാവിലെ കാപ്പി ഉണ്ടാക്കിയായിരുന്നു. അപ്പം വീഡിയോയിൽ ഇട്ടില്ലാത്തതാണ്ട് കുഴക്കട്ട ഉണ്ടാക്കിയായിരുന്നു. അത് ഉറുമ്പും കയറി കുഴക്കട്ട. അപ്പം അത് വീഡിയോയിൽ അമ്മ ഇട്ടില്ലായിരുന്നേ, വയ്യാത്തോണ്ടേ. നമുക്ക് ചോറിടാം. ചോറൊക്കെ അമ്മ വെച്ചായിരുന്നു. ഇപ്പം ചൂട് ചോറ്, കുറച്ച് ചോറ് എടുക്കുന്നുള്ള, കഴിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. തൊണ്ട 2 ദിവസം പിടിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞ തൊണ്ട. അപ്പോൾ നമുക്ക് പയർ മെഴുക്ക് വരട്ടായിരുന്നു കേട്ടോ. ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വരുന്ന വഴിക്ക് പുള്ളിക്കടയിൽ നിന്ന് പയർ വാങ്ങിച്ചോണ്ട് വന്നു. അമ്മയ്ക്ക് പയർ മെഴുക്ക് വലിയ ഇഷ്ടമാണ്. പയർ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു. പിന്നെ നമ്മൾ ചമ്മന്തി അരച്ചായിരുന്നു നമ്മൾ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചമ്മന്തി വെക്കാം. നല്ല ചമ്മന്തി, നല്ല ഉടങ്കല്ലി മുളകൊക്കെ അരച്ച ചമ്മന്തി. പിന്നെ നമ്മുടെ ഇന്നലത്തെ വാളക്കൂട്ടൻ വാളക്കൂട്ടൻ അതമ്മ ചൂടാക്കി വെച്ചായിരുന്നു. നമുക്ക് ആ വാളക്കൂട്ടാനും കൂടെ കുറച്ചെടുക്കാം. ഇത്രയാണ് ഇന്ന് അമ്മയുടെ ഉച്ചക്കത്തെ ഊണ്. ചോറ്, പയർ മെഴുക്ക് വരട്ടിയത്, പിന്നെ ഉടങ്കല്ലി മുളകൊട്ട് ഇഞ്ചിയും പിന്നെ കൊച്ചുള്ളിയും ഒക്കെ ഇട്ട് അരച്ച ഉടങ്കല്ലി മുളകൊട്ട് അരച്ച ചമ്മന്തി, ഇന്നലെ രാത്രിത്തെ വാളക്കൂട്ടൻ. അപ്പോൾ ഇത് 3 കുട്ടി അമ്മയിൽ ഊണ് കഴിക്കുന്നത്. നമുക്ക് തൊണ്ട വയ്യാത്തതുകൊണ്ടാണ് ഷോർട്സിൽ പാടാൻ പറ്റാത്ത. അപ്പം എല്ലാ മക്കളും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ചമ്മന്തിയും കൂട്ടി ചോറ് കഴിക്കാം. ചമ്മന്തിയും ചോറും പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോഴേ ഞങ്ങളുടെ അമ്മയാണെങ്കിൽ ചമ്മന്തിയും ചോറും ഒരു പയർ തോരൻ, ചിലപ്പോൾ ഒരു നാരങ്ങാച്ചാറ്, അത്രയും കാണും ചോറ്. സ്ഥിരം അതാ, അല്ലെങ്കിൽ മുട്ട പൊരിച്ചത്. പക്ഷെ ചമ്മന്തിൻ്റെ ഒരു ഭയങ്കര ടേസ്റ്റാട്ടോ, നല്ല രുചിയുണ്ട്. അപ്പം അമ്മ അവിടെ പോയിരുന്നു. സമാധാനത്തിൽ ഇരുന്ന് കഴിക്കട്ടെ. പതുക്കെ ഇരുന്ന് തൊണ്ടമായതിട്ട് പതുക്കെ ഇരുന്ന് കഴിക്കാനേ പറ്റും. എല്ലാ മക്കളും ഊണൊക്കെ കഴിച്ചോ? അമ്മ രാവിലെ ചായയുടെ വീഡിയോ ഒന്നും ഇട്ടില്ല. അപ്പോൾ ഈ ഊണിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ 3 ഇഞ്ചക്ഷനൊക്കെ എടുത്തായിരുന്നു. അപ്പോഴും അവ സമാധാനത്തിൽ അവിടെ പോയിരുന്നിട്ട് ചോറ് കഴിക്കട്ടെ. എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. ചോറ് കഴിച്ചിട്ട് നമുക്ക് പഴം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടേ, ഏത്തപ്പഴം. എന്താ 2 കിലോ ഏത്തപ്പഴം 80 രൂപ. പഴം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴത്തിൻ്റെ ശർക്കര ഇട്ടുള്ള നുറുക്കുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പം അമ്മയ്ക്ക് കഴിക്കട്ടെ. ഏത്തക്ക വാങ്ങിക്കൊണ്ട് വന്നില്ലായിരുന്നോ കടയിൽ നിന്ന്? അപ്പോഴമ്മ അത് നീളത്തിൽ അരിഞ്ഞിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച്, ഇതേ കണക്ക് അമ്മ അരിഞ്ഞ് എല്ലാ ദിവസവും അരിയുന്ന കണക്കല്ല കേട്ടോ. ഈ ചരിച്ച് ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് അത് വെള്ളത്തിട്ട് നല്ല വേവിച്ച്, എന്നിട്ട് നമ്മൾ ആ നടുക്കോട്ട് താണ്ടേ അപ്പോൾ ശർക്കര ഇട്ടിട്ടുണ്ട്, ശർക്കര പൊടിച്ചിട്ടുണ്ട്. ഞാൻ ശർക്കര പാടിയിൽ ഇറങ്ങി ഇവനൊന്നുകൂടെ ഒന്ന് സെറ്റായി വരണം. ഒന്നുകൂടെ ഒന്ന് സെറ്റായി ഇച്ചിരി ഒന്ന് കുറുകി വരണം ആ ശർക്കര പാടിയിൽ. എന്നിട്ട് അതിനുശേഷം ഇതിനകത്ത് നമുക്ക് ഏലക്ക ഇട്ടിട്ടുണ്ട് അമ്മേട്ട. അതിനുശേഷം നമുക്ക് 2 അണ്ടിപ്പരിപ്പും 2 മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ എടുത്തേക്കെന്ന് പറഞ്ഞാൽ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് വെന്തതിന് ശേഷം നമുക്കത് ഈ ശർക്കരയൊക്കെ ഉരുകി അതിനകത്ത് സെറ്റായതിന് ശേഷം അമ്മ അത് നെയ്യൊക്കെ ചേർത്ത് സെറ്റാക്കുന്നത് കാണിക്കാം കേട്ടോ. എല്ലാ മക്കളും അത് ഉണ്ടാക്കി വെക്കണം, നല്ല ടേസ്റ്റാണ്. തേങ്ങ വേണ്ടവർക്ക് തേങ്ങ തിരുമ്മിയിടാം, അമ്മ തേങ്ങ ഇടുന്നില്ല. ശർക്കരയെല്ലാം ഏത്തക്കകത്ത് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോഴമ്മ ഇച്ചിരി ഇങ്ങോട്ട് 4 ഭാഗത്തോട്ടും ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുക്കോട്ട് കുറച്ച് നെയ്യ്, 1 സ്പൂൺ നെയ്യൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, വളരെ കുറച്ച് നെയ്യ് എടുക്കുന്നുള്ളൂ. എനിക്ക് നെയ്യ് അധികം ഇടുന്നത് ഇഷ്ടമല്ല.
വളരെ കുറച്ച് നെയ്യ്, ഒരു അര സ്പൂണില്ല, ഒരു 1/4 ടീസ്പൂണായിട്ട് 1/4 ടീസ്പൂൺ നെയ്യ്, നിങ്ങൾക്ക് വേണം 1 സ്പൂണൊക്കെ ഉപയോഗിക്കാം. അതങ്ങോട്ടിട്ട് എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ അങ്ങോട്ട് ആ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആവത്തൊന്നുമില്ല, ചെറിയൊരു ഇതാണ്, പച്ചമണം പോകും. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇവനെ എല്ലാത്തിനും നമ്മൾ തിന്നാം. പിന്നെ അത് തേങ്ങ ആവശ്യമുള്ളവർക്ക് തേങ്ങ ഇടാം കേട്ടോ. ഞാനിപ്പോൾ തേങ്ങ ഇടുന്നില്ല, എനിക്ക് തേങ്ങ ഇടുന്നത് വലിയ താല്പര്യമില്ല. അതെ, സെറ്റായിട്ടുണ്ട് കണ്ട, സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. കണ്ട, ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് ചെയ്യാൻ ഓഫ് ചെയ്യാം. എല്ലാവരും ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിച്ചിട്ട് കമൻ്റ് ഇടണം, മറക്കരുത്. ഓക്കെ മക്കളെ. അപ്പോഴും നമ്മൾ ആ പഴം നുറുക്കുതാണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നല്ല സെറ്റായിട്ട് ചെറുതായിട്ട് ആവിട്ട് ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ? പഞ്ചാമൃതം തോറ്റു, സൂപ്പർ ടേസ്റ്റ്. പഞ്ചാമൃതം ഉണ്ടല്ലേ, പഞ്ചാമൃതം തോറ്റു, നല്ല ടേസ്റ്റ്. അപ്പോഴേ മക്കളെ, അമ്മ പുതിയതായിട്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും അമ്മയ്ക്ക് റിക്വസ്റ്റ് അയക്കണം. അത് കണക്ക് തന്നെ അമ്മയ്ക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോഴും അമ്മ ഈ പഴം കൊണ്ട് കഴിക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മഴ പെയ്യുന്ന സമയമില്ലേ, ചൂടോട് കൂടിപ്പോയി എല്ലാ മക്കളും ഉണ്ടാക്കി നോക്കി, സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ എനിക്കിതിനകത്ത് കഴിക്കാൻ ഇഷ്ടം പപ്പടമാണ്. ഒരു പപ്പടം എടുക്കാൻ மட்டுം എവിടെ തിന്നണം, സൂപ്പറായിരിക്കും. ഓ, പഞ്ചാമൃതം തോന്നും, സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റായി. ഇടയ്ക്കൊക്കെ അണ്ടിപ്പരിപ്പൊക്കെ കറിയണം, നല്ല ടേസ്റ്റ്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം. 4 മണിക്കത്തെ മഴ പെയ്യുമ്പോൾ ചൂടോട്. അതേ കണക്കിന് ഇതൊരു സംഭവം എന്ന് പറയുന്നത്, ഇച്ചിരി നെയ്യ് തോനയും ചേർത്ത് നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികൾക്ക് നല്ല വെയിറ്റ് വെക്കും. ഏത്തക്കയും ഇങ്ങനെ ഈ ശർക്കരയും, അപ്പോൾ അവർക്ക് അയണും കിട്ടും, നല്ല വെയിറ്റും വെക്കുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാക്കിക്കൊള്ളാം, കുട്ടികൾക്ക് ഇത് ഇഷ്ടമാവും. എല്ലാവരും കുട്ടികൾ ഏത്തക്കയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവരിത് കഴിക്കുകയും ചെയ്യും, അവർക്ക് വെയിറ്റ് വെക്കുകയും ചെയ്യും. നല്ലതാണ്, കഴിക്കട്ടെ മക്കളെ. നമ്മളെ തൊണ്ട വയ്യ, ചൂട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. തൊണ്ട നല്ല വേദന, വേദനയും കമ്പവും കിട്ടിയിരിക്കുന്നു. കുറവില്ലെന്ന് തോന്നുന്നു. കുറവില്ലെങ്കിൽ നാളെ ഹോമിയെ കൊണ്ട് കാണിക്കുക. അമ്മ ചൂടുവെള്ളം കുടിക്കട്ടെ. നിങ്ങളെല്ലാവരും വൈകിട്ട് ചായ കുടിച്ചോ? വെള്ളമൊക്കെ കത്തിച്ച് വെച്ച് അതിൻ്റെ ഉള്ളിൽ ചൂടുവെള്ളം കുടിക്കട്ടെ. പയറ് പിടിക്കുന്നു തിന്നുന്നു. വേറെ ചൂടുവെള്ളം കുടിച്ചപ്പോൾ ഛർദ്ദിക്കാൻ പിന്നെ പയറ് പിടിച്ച് ചൂടുവെള്ളം കഴിക്കാം. എല്ലാ മക്കളും രാത്രി ആഹാരമൊക്കെ കഴിച്ചോ? അമ്മയ്ക്ക് വയ്യായിരുന്നു, കിടക്കുമായിരുന്നേ. പിന്നെ കൊല്ലത്ത് നല്ല മഴയുണ്ട്, ഭയങ്കര മഴയുണ്ട്, നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് രാത്രി ചോറ് വേണ്ട. അതുകൊണ്ട് അമ്മ കടയിൽ നിന്ന് 4 ദോശ വാങ്ങിച്ചേ. ഈ ദോശയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഇതിനകത്ത് ഇറച്ചിക്കറിയുടെ ഗ്രേവി ഒഴിച്ച ദോശ. എന്നാൽ പൊറോട്ട വാങ്ങത്തില്ല, ആ കടയിൽ നിന്ന് വാങ്ങിച്ചതാണേ. അതിൻ്റെ കൂടെ സാമ്പാറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ദോശ ഒന്ന് കാണിച്ചു തരാം. ആണ്ടേ, ഇതാണ് ദോശ, കണ്ട. 4 ദോശ വാങ്ങിച്ചിട്ടുണ്ട്. 4 ദോശയ്ക്ക് 32 രൂപയാണ്. കണ്ട, ഇറച്ചിക്കറി കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിച്ചാൽ. അപ്പോൾ അത് കഴിച്ച് നോക്കട്ടെ. ദോശ പിച്ച് കഴിച്ചോ? എല്ലാവരും കഴിച്ചോ? രാത്രി ആഹാരം കഴിച്ചില്ലേ വന്ന ദോശ തരാം. അപ്പോൾ കഴിക്കട്ടെ. എന്തായാലും നിങ്ങൾ രാത്രി വരുത്തില്ല, കഴിക്കട്ടെ. കൊള്ളാം. സാമ്പാർ വേണ്ട, ഗ്രേവി ഇങ്ങനെ മുക്കത്തിനും കൊള്ളാം ദോശ. സാധാരണ ഈ ഗ്രേവി പൊറോട്ടക്കകത്ത് വെച്ചാൽ കഴിക്കുന്നത്. പൊറോട്ട കഴിക്കാൻ വയ്യ, എന്ത് ദോശ വാങ്ങിച്ചത്. നമ്മൾ ദോശ കഴിക്കട്ടെ. പതുക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ മക്കളെ, തൊണ്ട വയ്യ, പതുക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ.
പതുക്കെ ഇരുന്ന് ദോശ കഴിക്കട്ടെ. നാളെ തുലാമാസം 1-ാം തീയതിയാണ്. അതിനടുത്ത മാസം വൃശ്ചികം 1 എല്ലാവരും സ്വാമിയേ ശരണയ്യപ്പ വിളിച്ചു. ശബരിമലയിൽ പോക്ക് മണ്ഡലകാലം പറക്കുന്നു. നാളെ തുലാമാസം 1-ാം തീയതി. അതാകുമ്പോൾ നല്ല മഴയുണ്ട്. അപ്പം എല്ലാ മക്കളും രാത്രി ആഹാരമൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പം നാളെ തൊണ്ടവേദനയെല്ലാം മാറിയിട്ട് ക്ഷീണമെല്ലാം മാറിയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.